നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാനും ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതും ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓഡിബിൾ അല്ലേ, കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു കോയിൻ ദ ടേം എക്കോളജിക്കൽ ഇംപീരിയലിസം? അറിയാവുന്നവര് ചാറ്റ് ബോക്സിൽ ആൻസർ പറഞ്ഞോളൂ കേട്ടോ. ഹു കോയിൻ ദ ടേം എക്കോളജിക്കൽ ഇംപീരിയലിസം? വന്ദന ശിവ, പൗലോ ഫ്രയർ, ലോറൻസ് ബെൽ, ആൽഫ്രഡ് ക്രോസ്ബി. ആൽഫ്രഡ് ക്രോസ്ബി ആണ്, സി അല്ല ഡി. ആൽഫ്രഡ് ക്രോസ്ബി ആണ് എക്കോളജിക്കൽ ഇംപീരിയലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ആൽഫ്രഡ് ഡബ്ല്യു ക്രോസ്ബി എക്കോളജിക്കൽ ഇംപീരിയലിസം എന്ന് പറഞ്ഞിട്ടുള്ള ടേം കോയിൻ ചെയ്യുന്നത് എക്കോളജിക്കൽ ഇംപീരിയലിസം ദ ബയോളജിക്കൽ എക്സ്പാൻഷൻ ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകത്തിലാണ്. 1986 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു പുസ്തകത്തിലാണ് എക്കോളജിക്കൽ ഇംപീരിയലിസം എന്നുള്ള ടേം കോയിൻ ചെയ്യുന്നത്. എക്കോളജിക്കൽ ഇംപീരിയലിസം എന്നുള്ള തിയറി ഇത്രേ പറയുന്നുള്ളൂ. അതായത് യൂറോപ്യൻ കോളനൈസേഷൻ ഒരു തരത്തിലുള്ള എൻവയോൺമെന്റൽ ടെററിസവും ഒരു കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ടിറണി കൂടെയാണ് എന്നാണ് എക്കോളജിക്കൽ ഇംപീരിയലിസം എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൽഫ്രഡ് ഡബ്ല്യു ക്രോസ്ബി എക്കോളജിക്കൽ ഇംപീരിയലിസം ദ ബയോളജിക്കൽ എക്സ്പാൻഷൻ ഓഫ് യൂറോപ്പ് എന്നുള്ള പുസ്തകത്തിലാണ് ഇത് കോയിൻ ചെയ്യുന്നത്. ആൽഫ്രഡ് ഡബ്ല്യു ക്രോസ്ബിയുടെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ടെക്സ്റ്റുകളാണ് ദ കൊളംബിയൻ എക്സ്ചേഞ്ച് 1972 ആൻഡ് അമേരിക്കാസ് ഫോർഗോട്ടൺ പാൻഡമിക് 1976 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടുമാണ് മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രോസ്ബിയുടെ വർക്ക്സ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. Alfred Crosby have coined the term ecological imperialism. Who among the following wrote the novel titled Typee? Toni Morrison, Herman Melville, Haruki Murakami, George Orwell. ഹെർമൻ മെൽവില്ലിയുടെ വർക്കാണ് ടൈപ്പി എന്ന് പറയുന്നത്. ഇതിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ ഇങ്ങനെയാണ്: ടൈപ്പി പീപ്പ് അറ്റ് പൊളിനേഷ്യൻ ലൈഫ് എന്നുള്ളതാണ് ഇതിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത്. 1846 ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. And it is the first book of Herman Melville. The narrative is based on Melville's experience on the island Nuku-Hiva in the South Pacific Marquesas Islands in 1842. നുക്കുഹിവ എന്ന് പറഞ്ഞ സ്ഥലത്തെ മെൽവില്ലിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഒരു നെറേറ്റീവ് പോകുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ദ ഫസ്റ്റ് ബുക്ക് ഓഫ് ഹെർമൻ മെൽവില്ലെ. മറ്റൊരു ഇതെന്ന് പറയുന്നത് ഈ ഒരു പുസ്തകം ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് എ ക്ലാസിക് ഓഫ് ഇൻ ട്രാവൽ ആൻഡ് അഡ്വെഞ്ചർ. ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പുസ്തകത്തിലൂടെ ഷെയർ ചെയ്യുന്നത്. ടൈപ്പി എ പീപ്പ് അറ്റ് പൊളിനേഷ്യൻ ലൈഫ് എന്നാണ് ഇതിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ വരുന്നത്. Third question. Who is the author of the essay What is in Literature? E.D. Hirst, Paul Ricoeur, Hans Georg Gadamer, Terry Eagleton. What is in Literature? E.D. Hirst ആണ് What is in Literature എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്സേ എഴുതിയിട്ടുള്ളത്. E.D. Hirst, എറിക് ഡൊണാൾഡ് ഹിർസ്റ്റ് എന്നാണ് കേട്ടോ കംപ്ലീറ്റ് ടൈറ്റില്. അദ്ദേഹം ഒരു അമേരിക്കൻ തിയറിസ്റ്റ് ആണ്. ഈ ഒരു എസ്സേ വാട്ട് ഈസ് ഇൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേ വാട്ട് ഈസ് ലിറ്ററേച്ചർ എന്നുള്ള 1978 പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ എറിക് ഡൊണാൾഡ് ഹിർസ്റ്റ് ഒരു അമേരിക്കൻ തിയറിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് മറ്റ് ഫേമസ് ആയിട്ടുള്ള വർക്ക് വാട്ട് ഈസ് ലിറ്ററേച്ചർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് 1978 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു വർക്കാണ് കൾച്ചറൽ ലിറ്ററസി 1987 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിന് കുറച്ച് വർഷം മുന്നേ 1976 വാലിഡിറ്റി ഇൻ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വർക്ക് കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് ഇൻ ലിറ്ററേച്ചർ എന്നുള്ളത് E.D. ഹിർസ്റ്റിന്റെ എസ്സേ ആണ്. Who composed the poem Address to a Steam Vessel? Maria Edgeworth, Joanna Bailey, Catherine Mansfield, John Millington Synge. Address to a Steam Vessel. ജോന്ന ബെയ്ലിയുടെ ഒരു പോയമാണ് അഡ്രസ് ടു എ സ്റ്റീം വെസൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ, ജോന്ന ബെയ്ലി. ജോന്ന ബെയ്ലി ഒരു സ്കോട്ടിഷ് പോയറ്റ് ആണ്, ഡ്രാമാറ്റിസ്റ്റ് ആണ്. ഫിജിറ്റീവ് വേഴ്സസ് 1840 എഴുതിയിട്ടുള്ള ഫിജിറ്റീവ് വേഴ്സസ്, പിന്നെ പ്ലേസ് ഓൺ ദ പാഷൻസ്, ഇതൊക്കെയാണ് ജോന്ന ബെയ്ലിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് വരുന്നത്. Who coined the phrase Marlowe's mighty line? Dr. Samuel Jonson, Sir Philip Sidney, Francis Beaumont, Ben Jonson.
മാർലോസ് മൈറ്റി ലൈൻ കോയിൻ ചെയ്തിട്ടുള്ള ആ ഫ്രേസ് കോയിൻ ചെയ്തിട്ടുള്ളത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ബെൻ ജോൺസൺ ആണ് മാർലോസ് മൈറ്റി ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ടേം കോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രേസ് കോയിൻ ചെയ്തിട്ടുള്ളത്. Ben Jonson coined the phrase in his poem To the Memory of My Beloved Master William Shakespeare. ഈ ഒരു പോയത്തിലാണ് എന്ത് ചെയ്യുന്നത്, ബെൻ ജോൺസൺ ഈ ഒരു ടേം കോയിൻ ചെയ്യുന്നത്. ടു ദ മെമ്മറി ഓഫ് മൈ ബിലവഡ് മാസ്റ്റർ വില്യം ഷേക്സ്പിയർ. The phrase refers to Marlowe's use of blank verse. It's a type of unrhymed iambic pentameter. Jonson was admiring of Marlowe's new theatrical language, which he considered to be more expressive than anything else at the time. He believed that Marlowe's blank verse was capable of great intensity, intellectual rigor, and emotional complexity. ഇത്തരത്തിൽ മാർലോവിന്റെ ബ്ലാങ്ക് വേഴ്സിനെ യൂസിനെ റെഫർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാർലോസ് മൈറ്റി ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രേസ് വരുന്നത്, ബെൻ ജോൺസൺ കോയിൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹു ഇസ് ദ ഓഥർ ഓഫ് ദ എസ്സേ ലിയർ ടോൾസ്റ്റോയ് ആൻഡ് ദ ഫൂൾ? ലിയർ ടോൾസ്റ്റോയ് ആൻഡ് ദ ഫൂൾ. യെസ്, ബി ആണ് ആൻസർ. ജോർജ് ഓർവെലിന്റെ എസ്സേ ആണ് ലിയർ ടോൾസ്റ്റോയ് ആൻഡ് ദ ഫൂൾ എന്ന് പറയുന്നത്. ഈ ഒരു എസ്സേ 1947 എന്ത് ചെയ്യുന്നത്, ഈ ഒരു എസ്സേ പബ്ലിഷ് ചെയ്യുന്നത്. മാത്രമല്ല ഇതില് ടോൾസ്റ്റോയ് നമുക്കറിയാം ഷേക്സ്പിയറിന്റെ വർക്കിനെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ അതിനൊക്കെ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ടോൾസ്റ്റോയ് ഷേക്സ്പിയറിന്റെ വർക്കിനെ ക്രിട്ടിസൈസ് ചെയ്തതും പ്രത്യേകിച്ചും കിങ് ലെയറിനെ അറ്റാക്ക് ചെയ്ത കാര്യം ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എസ്സേയിലൂടെ ഓർവെൽ അനലൈസ് ചെയ്യുന്നത്. Who among the following translated Aristotle's Poetics in Latin? Giorgio Valla, Pierre Corneille, Hugh Tredenick, W. Hamilton Fyfe. കാരണം അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് ദ ഏർലിയസ്റ്റ് സർവൈവിംഗ് വർക്ക് ഓഫ് ഗ്രീക്ക് ഡ്രാമാറ്റിക് തിയറി and is the first extant philosophical treatise to focus on the literary theory. So here the question is, who have translated Aristotle's Poetics in Latin? This Giorgio Valla ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലാറ്റിനിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ആൻസർ. Whose diary provides a fascinating glimpse of London from 1660 to 1669? Daniel Defoe, Richard Lovelace, Amelia Lanier, Samuel Pepys. സാമുവൽ പെപ്പയുടെ ഡയറിയിലാണ് എന്ത് ചെയ്യുന്നത്, ലണ്ടനെ പറ്റിയുള്ള ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഗ്ലിംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 1660 to 1669 ഏരിയയിലുള്ള ആ ഒരു ടൈം പീരീഡ് കവർ ചെയ്യുന്നതും സാമുവൽ പെപ്പയുടെ ഡയറിയിലാണ്. So here we have some of the key points about Samuel Pepys' diary. 1660 മുതൽ 1669 വരെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡയറിയിലുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന നോട്ടബിൾ ഇവന്റ്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് എ ഗ്രേറ്റ് ഫ്ലാഗ് ഓഫ് ലണ്ടൻ വിച്ച് ഇസ് ഹാപ്പൻഡ് ഇൻ ദ ഇയർ 1665 ആൻഡ് ദ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ ഇൻ ദ ഇയർ 1666. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഡയറിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. And the significance is that it provides a detailed account of everyday life, politics and social events in 17th century London. ഓക്കെ, അപ്പം ഇതാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, സാമുവൽ പെപ്പയുടെ ഡയറിയുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ പോയിന്റ്? ഓക്കെ, who enunciated the idea of myth as depoliticized speech in bourgeoisie society? Louis Althusser, Michael Foucault, Richard Hogarth, Roland Barthes. The answer is Roland Barthes. The idea of myth as depoliticized speech in bourgeoisie society was enunciated by Roland Barthes in his work Mythologies. ഇത്തരം ഒരു കോൺസെപ്റ്റ് റൊളൻഡ് ബാർത്തസ് ഡിസ്കസ് ചെയ്യുന്നത് മിത്തോളജീസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കാണ്. നമുക്കറിയാം റൊളൻഡ് ബാർത്തസ് ഇസ് എ ഫ്രഞ്ച് ലിറ്റററി തിയറിസ്റ്റ്, എസേയിസ്റ്റ്, ഫിലോസഫർ, ക്രിട്ടിക് ആൻഡ് സെമിയോട്ടീഷ്യൻ. പ്രധാനമായിട്ടും റൊളൻഡ് ബാർത്തസിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് റൈറ്റിംഗ്സ് ഡിഗ്രി 0 1953 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, പിന്നെ മിത്തോളജീസ് 1957 ആൻഡ് ദെൻ ദ ഡെത്ത് ഓഫ് ദ ഓഥർ 1967. ഓക്കെ, who among the following considered paraphrase as a heresy? Percy Lubbock, Edmund Wilson, I.A. Richards, Cleon Brooks. പാരഫ്രേസിന്റെ ഹെറസി ആയിട്ട് കൺസിഡർ ചെയ്തത് ഇവരിൽ ആരാണ്?
ആൻസർ ചാറ്റ് ബോക്സിൽ പറയാം. മാം ഐ റിച്ചാർഡ്സ് ആണോ? അല്ല, ഐ റിച്ചാർഡ്സ് അല്ല, ക്ലിയാൻ ബ്രൂക്സ് ആണ് ഇത്തരത്തിൽ പാരഫ്രൈസിന് ഒരു ഹെറസി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ക്ലിയാൻ ബ്രൂക്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ലിറ്റററി ക്രിട്ടിക് ആണ്. ദ വെൽ റോട്ട് ഏൺ എന്ന് പറഞ്ഞിട്ടുള്ള 1949 ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ദ വെൽ റോട്ട് ഓൺ ഏൺ എന്ന് പറഞ്ഞാൽ 1949 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കിലാണ് എന്ത് ചെയ്യുന്നത്, ദ ഹെറസി ഓഫ് പാരഫ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം കോയിൻ ചെയ്യുന്നത്. ഹെറസി ഓഫ് പാരഫ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതായത് that is the idea that the meaning of a work of art, especially poetry, can be paraphrased. അതാണ് എന്ത് ചെയ്യുന്നത്, ഹെറസി ഓഫ് പാരഫ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ just Cleon Brooks who considered paraphrase as a heresy. Whom did Keats regard as the best example of negative capability? William Wordsworth, John Milton, Christopher Marlowe, William Shakespeare. വില്യം ഷേക്സ്പിയറിനെയാണ് എന്ത് ചെയ്യുന്നത്, കീറ്റ്സ് നെഗറ്റീവ് കാപ്പബിലിറ്റിയുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. Keats believed that Shakespeare had the ability to completely identify with his characters and to write about them with empathy and understanding. ഈ ഒരു നെഗറ്റീവ് കാപ്പബിലിറ്റി കൊണ്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഒരു പ്ലോട്ടിൽ സംഭവിക്കുന്ന ഒരു ഇൻസിഡന്റിൽ സംഭവിക്കുന്ന അൺസർട്ടനിറ്റി അല്ലെങ്കിൽ മിസ്റ്ററി, അത്തരം ഇഷ്യൂസിനൊക്കെ എന്താണ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് കാപ്പബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Keats described negative capability as the ability to accept uncertainties, mysteries and doubts without trying to find facts and reasons. ഫാക്ട്സിനും റീസൺസിനും അല്ല ഇവിടെ ഇമ്പോർട്ടന്റ്. ഇവിടെ ഈ അൺസർട്ടനിറ്റിനെയും മിസ്റ്ററിനെയും ഡൗട്ട്സിനെയും ഒക്കെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് കാപ്പബിലിറ്റി എന്ന് പറഞ്ഞ ടേമിലൂടെ കീറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ Keats regarded William Shakespeare as the best example of negative capability. Okay. Who among the following compared the mind in creation to a fading cord? William Wordsworth, Samuel Taylor Coleridge, P.B. Shelley, John Keats. Shelley ആണ് ട്ടോ ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. It is Shelley who compared the mind in creation to a ഫേഡിങ് കോഡ്. ഓക്കെ, ഈ ഒരു ഇത്തരത്തിലൊരു കമ്പാരിസൺ വന്നിട്ടുള്ളത് ഷെല്ലിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡിഫൻസ് ഓഫ് പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള 1821 എഴുതിയിട്ടുള്ള എസ്സേയിലാണ്. Percy Bysshe Shelley compared the mind in creation to a fading coal in his 1821 essay A Defense of Poetry. ഈ ഒരു എസ്സേയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വരുന്നത്. Which poet calls the imagination the real man and claims it is not a state, it is human existence itself. Imagination the real man എന്ന് വിളിക്കുകയും and he claimed it is not a state, it is human existence itself എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണെന്നാണ്. It's Wordsworth, Blake, Coleridge, Thomas D. Quincy. ആരാണ് ഇത്തരത്തിലൊരു കമ്പാരിസൺ നടത്തിയിട്ടുള്ളത്? വില്യം ബ്ലേക്ക് ആണ് കേട്ടോ. വില്യം ബ്ലേക്ക് ആണ് ഇത്തരത്തിൽ എന്താണ് ഇമാജിനേഷന് റിയൽ മാൻ എന്നും ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റേറ്റ്, ഇറ്റ് ഇസ് എ ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് വില്യം ബ്ലേക്ക് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. The name of goddess in Kantapura is Kenjamma, Akkai, Narsika, Tirunjengod. Right answer is option A, Kenjamma എന്നാണ് എന്ത് ചെയ്തത്, കാന്തപുര എന്ന് പറഞ്ഞ വർക്കുള്ള ഗോഡസ് അറിയപ്പെടുന്നത്. കാന്തപുര നമുക്കറിയാം രാജാറാവുയുടെ നോവലാണ്. 1938 എന്ത് ചെയ്യുന്നത്, ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. It is Kantapura's Raja Rao's first and best known novel published in the year 1938. Kantapura recounts the rise of the Gandhian nationalist movement in a small South Indian village of the same name. ആ ഒരു വില്ലേജിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, കാന്തപുര എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഒരു ഗാന്ധിയൻ നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ ഒരു ഇൻസിഡൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രധാനമായിട്ടും ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. Here the narrator is Achaka, an elder Brahmin woman with an encyclopedic knowledge about everyone in her village. അച്ചാക്കയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത്. ഇതിലുള്ള ഗോഡസിന്റെ പേര് കെഞ്ചമ്മ എന്നാണ്. ഓക്കെ,
Who is credited as the founding father of Dalit literature? Arun Campbell, Daya Pawar, Anabu Sath, Lakshman Man. Dalit ലിറ്ററേച്ചറിന്റെ ഫൗണ്ടിങ് ഫാദർ ആയിട്ട് ആരെയാണ് കൺസിഡർ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി ആണ്. അനബോ സാത്തയാണ് എന്ത് ചെയ്യുന്നത് ദളിത് ലിറ്ററേച്ചറിന്റെ ഒരു ഫൗണ്ടിങ് ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അനബോ സാത്തയുടെ അനബോ സാത്തെ ഇസ് കൺസിഡേർഡ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് ദളിത് ലിറ്ററേച്ചർ. അദ്ദേഹം ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽ ജനിച്ച ആളാണ്. He was a writer, folk poet, social worker from Maharashtra. His identity and upbringing were central to his writing and political activism. അനബോ സാത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള ഒരുപാട് വർക്ക്സ് എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഫക്കീര. 1959 എന്ത് ചെയ്യുന്നത് ഫക്കീര പബ്ലിഷ് ചെയ്യുന്നത്. Sathe wrote 35 novels in the Marathi language including Fakira. 1959 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. Besides novels and short stories, Sathe wrote a play, a travelogue on Russia, 12 screenplays, 10 ballads in the Marathi Puvada style. ഓക്കെ, അപ്പം ഇത്രയും വർക്ക്സ് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് അനബോ സാത്തെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഹീസ് കൺസിഡർഡ് ആസ് ദി ഫൗണ്ടിങ് ഫാദർ ഓഫ് ദളിത് ലിറ്ററേച്ചർ. Who described Byron's mock epic Don Juan as something wholly new and relative to the age? Shelley, Keats, Coleridge, Southey. സത്യ ആരെങ്കിലും ഒന്ന് ഗസ് ചെയ്യാട്ടോ, ചാറ്റ് ബോക്സിലെ ആൻസർ പറയാം. സി അല്ല, എ ആണ് ആൻസർ. ഷെല്ലിയാണ് ആൻസർ. Don Juan, written from 1819 to 84 by the English poet Lord Byron, is a satirical poem that portrays the Spanish folk legend of Don Juan. ഇത് ഒട്ടവ റിമ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റൈലിലാണ് എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം ഒട്ടവ റിമ ഒരു പോയറ്റിക് ഫോം ആണ്, ഇറ്റലിയിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയറ്റിക് ഫോം ആണ്. 8 ലൈൻസ് ഉണ്ടാവുക ഇതിന്. ഒരു റൈം പാറ്റേൺ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒട്ടവ റിമ ABABABCC ആ ഒരു റൈമാണ് എന്ത് ചെയ്യുന്നത്, പാറ്റേൺ ആണ് എന്ത് ചെയ്യുന്നത് ഒട്ടവ റിമ ഫോളോ ചെയ്യാം. ഒരു 16 കാൻറ്റോസിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. 1824 എന്ത് ചെയ്യുന്നത് ബൈറൺ മരിക്കുന്നത്. ആ ഒരു സമയമാകുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് 16 കാൻറ്റോ എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. Okay, at his death in 1824, Lord Byron had completed 16 of the 17 cantos. Okay, which is the story poem written by Keats of a young shepherd beloved by a moon goddess? Isabella, The Eve of Saint Agnes, Endymion, La Bella Dan Saint's Mercy. ഓപ്ഷൻ ഡി അല്ല, ഒരു ക്ലൂ വേണേ തരാം. എ തിങ് ഓഫ് ബ്യൂട്ടി ഇസ് എ ജോയ് ഫോർ എവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ലൈൻ ഈ ഒരു പോയത്തിലുണ്ട്. യെസ്, എൻറ്റിമിയോൺ ആണ്. എൻറ്റിമിയോൺ അല്ലെ, ആ ഒരു ലൈൻ കേട്ടാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. എ തിങ് ഓഫ് ബ്യൂട്ടി ഇസ് എ ജോയ് ഫോർ എവർ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് എൻറ്റിമിയോൺ തുടങ്ങുന്നത്. നമുക്കറിയാം എൻറ്റിമിയോൺ 1818 എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യുന്നത്. It's a poem by very famous poem by John Keats. Okay, so option C is the answer. Which poet wrote the celebrated line, "Knowledge comes, but wisdom lingers"? Robert Browning, Tennyson, Matthew Arnold, Rudyard Kipling. Tennyson. Yeah, yes, Tennyson. Tennyson ആണ് റൈറ്റ് ആൻസർ. ഏത് പോയത്തിലേതാണെന്ന് അറിയോ ഈ ഒരു ലൈന്? നോളജ് കംസ് ബട്ട് വിസ്ഡം ലിംഗേഴ്സ്. ടെനിസന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കിലുള്ളതാണ്. 1842 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ലോക്സ്ലി ഹാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നോളജ് കംസ് ബട്ട് വിസ്ഡം ലിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ലൈൻ ഉള്ളത്. സോ ദ ആൻസർ ഇസ് ഡി, ആൽഫ്രഡ് ലോർഡ് ടെനിസൺ. The celebrated Jumping Frog of Calaveras County and the Other Sketches was the first published book of Washington Irving, Joseph Heller, Mark Twain, Scott Fitzgerald. മാർക്ക് ട്വെയിൻ്റെതാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. The celebrated Jumping Frog of Calaveras County ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. 1865 എന്ത് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത്.
മാർക്ക് ട്വെയിൻ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഗ്രേറ്റ് സക്സസ് എ റൈറ്റർ ആൻഡ് ബ്രോട്ട് ഹിം നാഷണൽ അറ്റൻഷൻ. ഇത്തരത്തിലൊരു നാഷണൽ അറ്റൻഷൻ മാർക്ക് ട്വെയിന് കിട്ടുന്നത് ദ സെലിബ്രേറ്റഡ് ജമ്പിംഗ് ഫ്രോഗ് ഓഫ് കലവറസ് കൗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയിലൂടെയാണ്. ഓക്കെ, സോ മാർക്ക് ട്വെയിൻ ഇസ് ദ ഓഥർ. A novel without a hero is a subtitle of Pamela, Hard Times, Vanity Fair, More Flanders. Pamela, madam. Yes. പമേലയല്ല, വാനിറ്റി ഫെയർ ആണ് ആൻസർ. പമേലയുടെ സബ്ടൈറ്റിൽ എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? യെസ്, വെരി ഗുഡ്. വെർച്യു റിവാർഡഡ് എന്നാണ് പമേലയുടെ സബ്ടൈറ്റിൽ എന്ന് പറയുന്നത്. എ നോവൽ വിത്തൗട്ട് എ ഹീറോ ഇസ് എ സബ്ടൈറ്റിൽ ഓഫ് വാനിറ്റി ഫെയർ. വാനിറ്റി ഫെയർ ആരുടെ വർക്കാന്ന് ഓർമ്മയുണ്ടോ? വാനിറ്റി ഫെയർ, എ നോവൽ വിത്തൗട്ട് എ ഹീറോ ഇസ് റിട്ടൺ ബൈ വില്യം മാക്പീസ് താക്കറെ. താക്കറയുടെ വർക്കാണ്. പമേല ഓർ വിർച്യു റിവാർഡഡ് എന്നുള്ളത് ഓതർ ആരാന്നറിയോ? പമേല ഓർ വിർച്യു റിവാർഡഡ് 1740 എഴുതിയിട്ടുള്ള വർക്കാണ്. സാമുവൽ റിച്ചാർഡ്സൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്ക് എഴുതിയത്. യെസ്, റിച്ചാർഡ്സന്റെ വർക്കാണ്. ഹാർഡ് ടൈംസിന്റെ ഓതർ ആരാന്നറിയോ? ഹാർഡ് ടൈംസ് യെസ്, ചാൾസ് ഡിക്കൻസിന്റെ ചാൾസ് ഡിക്കൻസിന്റെ വർക്കാണ്. 1854 എന്ത് ചെയ്യുന്നത് ഹാർഡ് ടൈംസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഹാർഡ് ടൈംസിന് ഒരു സബ് ടൈറ്റിൽ ഉണ്ട്, ഫോർ ദീസ് ടൈംസ്. ഹാർഡ് ടൈംസ് ഫോർ ദീസ് ടൈംസ് എന്നൊരു സബ് ടൈറ്റിലും കൂടെ എന്തുണ്ട് ഹാർഡ് ടൈംസിന് ഉണ്ട്. ഓക്കെ, മോൾ ഫ്ലാൻഡേഴ്സ്, ഹൂസ് ദ ഓതർ ഓഫ് മോൾ ഫ്ലാൻഡേഴ്സ്? ഡാനിയൽ ഡെഫോയുടെ വർക്കാണ് മോൾ ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഹിയർ എ നോവൽ വിത്തൗട്ട് എ ഹീറോ ഇസ് എ സബ് ടൈറ്റിൽ ഓഫ് വാനിറ്റി ഫെയർ. ഓപ്ഷൻ സി, വാനിറ്റി ഫെയർ ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, who among the following is the author of the collection of stories named Reginald in Russia? Hector Hughes Munro, Leo Tolstoy, Oscar Wilde, William Carlos Williams. ഒരു ക്ലൂ തരാം. ഈ ഒരു ഓതറിന് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് സഖി എന്നിട്ടുള്ള ഒരു പെൻ നെയിമിലൂടെയാണ് കുറച്ചുകൂടെ ഈ ഒരു ഓതറിനെ നമുക്ക് ഫെമിലിയർ ആയിട്ട് അറിയുന്നത്. ഓസ്കാർ വൈൽഡ്. യെസ്, ഓപ്ഷൻ എ ആണ് ആൻസർ. ഹെക്ടർ എച്ച് മുൻറോ. ആ ഒരു പെൻ നെയിമാണ് നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ളത്. സഖി എന്നാണ് മുൻറോയുടെ പെൻ നെയിം എന്ന് പറയുന്നത്. റിജിനാൾഡ് ഇൻ റഷ്യ ആൻഡ് അതർ സ്കെച്ചസ് എന്നും കൂടിയാണ് അതിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ വരുന്നത്. മുൻറോയുടെ ഈ വർക്ക് 1910 എന്ത് ചെയ്യുന്നത് 1910 എന്ത് ചെയ്യുന്നത് ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, in which novel of Jane Austen is Captain Frederick Wentworth a character? Emma, Northanger Abbey, Mansfield Park, Persuasion. Northanger Abbey, ma'am. പെർസേഷനിലാണ് എന്ത് ചെയ്യുന്നത് ക്യാപ്റ്റൻ ഫ്രെഡറിക് വെന്റ്വർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ വരുന്നത്. പെർസേഷൻ നമുക്കറിയാം ഓസ്റ്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാസ്റ്റ് നോവലാണ്. 1817 എന്ത് ചെയ്യുന്നത് പെർസേഷൻ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് എന്ത് ചെയ്യുന്നത് ക്യാപ്റ്റൻ ഫ്രെഡറിക് വെന്റ്വർത്ത് എന്ന് പറയുന്നത്. മറ്റൊരു ക്യാരക്ടർ അന്നെ എലിയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ് മറ്റൊരാള്. ഓക്കെ, അപ്പൊ സോ ഹിയർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. പെർസുവേഷൻ ആണ് ആൻസർ. ഓക്കെ, It changed my life. Writings on the women's movement is a work published in 1976 by Simone de Beauvoir. ബെറ്റി ഫ്രീഡൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. ബെറ്റി ഫ്രീഡന്റെ വർക്കാണ്. ബെറ്റി ഫ്രീഡൻ എന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫെമിനിസം ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അമേരിക്കൻ ഫെമിനിസ്റ്റ് റൈറ്റർ ആണ് ബെറ്റി ഫ്രീഡൻ എന്ന് പറയുന്നത്. I changed my life. Writings on the women's movement ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ബെറ്റി ഫ്രീഡന്റെ ടെക്സ്റ്റ് ആണ് 1963 എഴുതിയിട്ടുള്ള ദ ഫെമിനൈൻ മിസ്റ്റേക്ക്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ, ഫെമിലിയർ ആയിട്ടുള്ള വർക്കായിരിക്കും. ദ ഫെമിനൈൻ മിസ്റ്റേക്ക് എന്ന് പറയുന്ന 1963 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്ക്. ഇത് വളരെ ഫേമസ് ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളത് അമേരിക്കയിലെ സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസത്തിന് സ്പാർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടെ എന്ത് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകമാണ് ബെറ്റി ഫ്രീഡന്റെ ദ ഫെമിനൈൻ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ബെറ്റി ഫ്രീഡൻ ആണ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ.
Who described himself, "My face looks like a wedding cake left out in the rain"? Dylan Thomas, Ezra Pound, W.H. Auden, Thomas Gunn. ഗസ് ചെയ്ത് നോക്കാം. ഓർഡൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് മൈ ഫേസ് ലുക്സ് ലൈക്ക് എ വെഡിങ് കേക്ക് ലെഫ്റ്റ് ഔട്ട് ഇൻ റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്വന്തം തന്നെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളാണ്. W.H. ഓർഡൻ ആണ് ആൻസർ. സോ ഹിയർ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. Whose critical observation is, "Shakespeare has no heroes. His scenes are occupied only by men"? Option A, Samuel Taylor Coleridge, Dr. Jonson, Ben Jonson, John Dryden. Ma'am, Ben Jonson. സാമുവൽ ജോൺസൺ ആണ് കേട്ടോ, ബെൻ ജോൺസൺ അല്ല. സാമുവൽ ജോൺസൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഷേക്സ്പിയർ ഹാസ് നോ ഹീറോസ്, സീൻസ് ആർ ഓക്യുപ്പൈഡ് ഓൺലി ബൈ മാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. നെയിം ദ പ്ലേ ഡ്യൂറിംഗ് ദ പെർഫോമൻസ് ഓഫ് വിച്ച് ദ ഗ്ലോബ് തിയേറ്റർ വാസ് ബേൺ ഡൗൺ ഇൻ 1613. ഹെൻറി VIII. യെസ്, ഓപ്ഷൻ ബി ഹെൻറി VIII ആണ് റൈറ്റ് ആൻസർ. ഈ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത് ഗ്ലോബ് തിയേറ്റർ ബേൺ ഡൗൺ ചെയ്യുന്നത്. So your answer is option B, Henry VIII. Who coined the term Victorian compromise? David Cecil, Tennyson, William Morris, Lawrence Freedman. Victorian compromise എന്ന് പറഞ്ഞിട്ടുള്ള ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ആരാണ് എന്നാണ്. ഈ ഒരു വിക്ടോറിയൻ കോംപ്രമൈസ് എന്ന് പറയുന്ന ടേം ശരിക്കും ഉദ്ദേശിക്കുന്ന ഒരു ആ വിക്ടോറിയൻ ഇറയിൽ ഉണ്ടായിരുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡിനെ പറ്റിയാണ്. അതായത് സിന്നിനെയും വയസ്സിനെയും ടോളറേറ്റ് ചെയ്യുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡിനെയാണ് എന്ത് ചെയ്യുന്നത് വിക്ടോറിയൻ കോംപ്രമൈസ് എന്ന് പറഞ്ഞ ടേമിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കറിയാം വിക്ടോറിയൻ ഇറ എന്ന് പറയുമ്പോൾ ആ ഒരു പീരീഡ് മാർക്ക് ചെയ്യുന്നത് തന്നെ വളരെ റാപ്പിഡ് ആയിട്ട് ഉണ്ടാവുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ, പ്രോഗ്രസ്, അതൊക്കെയാണ്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് വിക്ടോറിയൻ പീരീഡിൻ്റെത്. അവിടെ പ്രോഗ്രസ് ഉണ്ടാകുന്നതിനൊപ്പം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് ഒരു സൈഡില് പോവർട്ടിയും ഡിസീസും ഒരുപാട് സോഷ്യൽ കോൺഫ്ലിക്ട്സ് ഒക്കെ കൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്, രണ്ട് അവസ്ഥകൾ, അതാണ് എന്ത് ചെയ്യുന്നത് വിക്ടോറിയൻ കോംപ്രമൈസ് എന്ന് പറഞ്ഞ ടേമിലൂടെ ആ ഒരു ക്രിട്ടിക്ക് ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് വിക്ടോറിയൻ കോംപ്രമൈസിലൂടെ. അപ്പം ആരാണ് അത്തരത്തിൽ ഈ ഒരു വിക്ടോറിയൻ കോംപ്രമൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം കോയിൻ ചെയ്തതെന്നാണ് ചോദ്യം. So here the answer is Lawrence Freedman. Lawrence Freedman ആണ് എന്ത് ചെയ്യുന്നത് അത്തരത്തിൽ വിക്ടോറിയൻ കോംപ്രമൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കോയിൻ ചെയ്യുന്നത്. ഓക്കെ.